ഹലോ ഫ്രണ്ട്സ്, അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈതൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. സോ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്, അതുപോലെ നമ്മൾ പ്രോബ്ലത്തിനെ എങ്ങനെ ഫേസ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലത്തിനെ എങ്ങനെ ഒരു സൊല്യൂഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. സോ ബേസിക്കലി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സുകൾ ഇതൊക്കെയാണ്. സോ ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ മുന്നിലുള്ള ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ ഒരു കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാം ത്രൂ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രോസസ്സാണ്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് എന്താണെന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഏതൊരു ഇഷ്യൂസും ഏതൊരു പ്രോബ്ലവും നമ്മൾ സോൾവ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരേ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ത്രൂ പ്രോഗ്രാമിംഗ് ആണ്. സോ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ത്രൂ പ്രോഗ്രാമിംഗ് തന്നെയായിരിക്കും. സോ നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടർ എന്താണെന്നും കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സ് എന്താണെന്നും നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് നമുക്ക് സാധ്യമാവുള്ളൂ. സോ ഓൾറെഡി നമുക്കറിയാം കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ. അത് CPU എന്താണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്ത് ഇൻപുട്ട് എങ്ങനെ കൊടുക്കുന്നു, ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുന്നു. ബേസിക്കലി നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് കീബോർഡ്, മൗസ് ത്രൂ ഒക്കെയാണ്. ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് മോണിറ്റർ അല്ലെങ്കിൽ പ്രിൻ്റർ പോലെയുള്ള ഡിവൈസൊക്കെ വെച്ചിട്ടാണ്. സോ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ. സോ ഈ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്നുള്ളതാണ്. സോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഒരു കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നൊരു മോഡലാണ് അല്ലേ. നമ്മളുടെ മുന്നിലുള്ള പ്രോബ്ലത്തിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ, നമ്മൾക്ക് മാനുവലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് വേണ്ട ഗോൾ എന്ന് പറയുന്നത് ഇറ്റ് പ്രോസസ് ടു ജനറേറ്റ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട് ഓർ സൊല്യൂഷൻ. നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടിക്കുക ത്രൂ കമ്പ്യൂട്ടർ. അതാണ് നമ്മളവിടെ ചെയ്യുന്നത്. സോ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഡെഫിനിഷനെ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക, ഇറ്റ്സ് എ സീക്വൻഷ്യൽ പ്രോസസ് ഓഫ് അനലൈസിങ് ഇൻഫർമേഷൻ ആൻഡ് ജനറേറ്റിംഗ് റെസ്പോൺസ് ഓപ്ഷൻ. ഒരു സിമ്പിൾ എക്സാമ്പിൾ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ, സപ്പോസ് നമ്മൾ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാർക്കിൻ്റെ ഒരു ആവറേജ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആ ഒരു ആവറേജ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ സ്റ്റുഡൻസിൻ്റെ ഗ്രേഡുകൾ എന്തൊക്കെയായിരിക്കും. അത് ചിലപ്പം നമ്പേഴ്സ് ആവാം, മാർക്കാവാം, അല്ലെങ്കിൽ ഗ്രേഡുകളാവാം. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് അതാണെങ്കിൽ, പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഗ്രേഡുകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണുക എന്നുള്ളതാണ്. ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയ ഈ ആവറേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അത് ചിലപ്പം ആവറേജ് മാർക്കായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പം ഒരു ഗ്രാഫായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രേഡ് ആയിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അതെങ്ങനെയും ആകാം. സോ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഇൻപുട്ട് ഉണ്ട്, ആ ഇൻപുട്ടിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മോഡൽ. പക്ഷേ അതേ സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ചെയ്താൽ മതി. പക്ഷേ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന പ്രോസസ്സുകളൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹയർ ലെവലിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെങ്കിൽ ഇത്ര സിമ്പിളായിട്ട് പറ്റില്ല, കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് നമ്മളവിടെ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ നമ്മൾ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. സോ നമുക്ക് എങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുക, ഓൺലി ത്രൂ ആസ്കിങ് സെവറൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റിക്വയർമെൻറ്റ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്തൊക്കെ ഇൻപുട്ടുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്കതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ ഇൻപുട്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ ഡാറ്റ എന്തൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ ഈ ഡാറ്റ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, വാട്ട് ഈസ് എ ഫോർമാറ്റ് ഓഫ് ദാറ്റ് ഡാറ്റ, അത് നമ്പറാണോ ടെക്സ്റ്റ് ആണോ, ടെക്സ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ അതിൻ്റെ ആവറേജ് എടുക്കുന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതിനകത്ത് എന്തെങ്കിലും ഡാറ്റ മിസ്സിങ് ഉണ്ടോ, മിസ്സിങ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷനകത്ത് എറർ സംഭവിക്കാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടോ, അങ്ങനെയുള്ള ഇൻപുട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഔട്ട്പുട്ടുകളാണ് വേണ്ടത്, വാട്ട് ആർ ദ ഇൻഫർമേഷൻ നീഡഡ് ടു ബി പ്രൊഡ്യൂസ്ഡ്
ഇൻ വാട്ട് ഫോമാറ്റ് ഷുഡ് ദ ഔട്ട്പുട്ട് ബി. അത് ടെക്സ്റ്റ് ആയിട്ടാണോ ഗ്രാഫായിട്ടാണോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ ദർ എനി അതർ റിക്വയർമെൻറ്റ് ഫോർ ദ കമ്പ്യൂട്ടേഷൻ. അവിടെ വേറെ എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടോ, ഈ സാധനം ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്താൽ മാത്രം മതിയോ, അതോ ഇനി വേറെ എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ വി ക്യാൻ ഓൺലി സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, സോ നമ്മൾ അതിനുവേണ്ടി ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുലേറ്റിംഗ് ദ മോഡലാണ്. സോ നമ്മൾ നമ്മളുടെ ഇൻപുട്ടുകൾ മനസ്സിലാക്കി ഔട്ട്പുട്ട് എന്താണ് കിട്ടേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നതാണ്. ഈ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഒരു മോഡൽ ഉണ്ടാക്കണം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മാർക്ക്, ക്ലാസ്സിലുള്ള മാർക്സിൻ്റെ ആവറേജ് കിട്ടാനുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ആദ്യം നമ്മളവിടെ ചെയ്യുന്നത് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് ദ അവൈലബിൾ ഡാറ്റ. സോ അതിനകത്ത് ഇൻപുട്ട് എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ അതൊരു നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ എ പ്ലസ് ബി എന്നൊക്കെ പറയുന്ന പോലത്തെ ഗ്രേഡുകളായിരിക്കാം അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡെവലപ്പിംഗ് എ കമ്പ്യൂട്ടേഷണൽ മോഡലാണ്. സോ സപ്പോസ് നമ്മുടെ കയ്യിൽ നമ്പേഴ്സ് ആണ് ഉള്ളത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്പേഴ്സിൻ്റെ ആവറേജ് എങ്ങനെയാണ് കാണുക, ഇതിനെ എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് മാർക്സ് വെച്ചിട്ട് എത്ര മാർക്സ് ഉണ്ടോ അതിനെ വെച്ച് ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ ഇക്വേഷൻ ആണ്. സോ x1 x2 x3 അപ് ടു xn എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ ഗ്രേഡുകൾ അല്ലെങ്കിൽ മാർക്സുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് സപ്പോസ് നമ്മളുടെ കയ്യിലുള്ള മാർക്കല്ല, ഗ്രേഡുകളാണ്, അതായത് എ പ്ലസ് ബി പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രേഡ്സുകളാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ മോഡൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഡയറക്റ്റ് ഈ ABC എന്ന് പറയുന്നതിനൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഈ എനെ ബിനെ ഓരോന്നിനെയും ഓരോ ഗ്രേഡിനെയും നമ്മൾ ഓരോ നമ്പേഴ്സായിട്ട് ഡിഫൈൻ ചെയ്യും. അതായത് എ പ്ലസ് എന്ന് പറയുന്നതിന് നമ്മളിപ്പോൾ സപ്പോസ് 12 എന്ന് കൊടുത്തു, അപ്പോൾ എ എന്ന് പറയുന്നതിന് 11 എന്ന് കൊടുത്തു, എ മൈനസ് എന്ന് പറയുന്നത് 10 കൊടുത്തു, പിന്നെ ബി പ്ലസ് എന്ന് പറയുന്നതിന് 9 കൊടുക്കും. അങ്ങനെ 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 നമുക്ക് ഇതുവരെ ഉണ്ടോ, ഇപ്പോൾ സപ്പോസ് എഫ് വരെയാണ് നമ്മൾ ഗ്രേഡ് വരുന്നതെങ്കിൽ എഫ് വരെ നമ്മൾ ഓരോ വാല്യൂസുകൾ ഡിഫറെൻറ്റ് വാല്യൂസുകൾ നമ്മൾ കൊടുക്കും. എന്നിട്ട് ഈ കറസ്പോണ്ടിങ് മാർക്സിനെ നമ്മൾ ഇതുപോലെ ആവറേജ് കാണും. സോ ഇവിടുത്തെ കേസിൽ y1 എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ മാർക്ക് സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ഗ്രേഡാണുള്ളതെങ്കിൽ അവിടെ y1 എന്ന് പറയുന്നത് നമ്മൾ 11 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. സോ അങ്ങനെ നമുക്ക് ആവറേജ് കാണാം. ആൻഡ് ഫൈനലി ദ ഔട്ട്പുട്ട് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ദ റിസൾട്ട് ക്യാൻ എയ്തർ ബി പെർസെൻറ്റേജ് ഓർ എ ലെറ്റർ ഗ്രേഡ്. സോ നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു നമ്പർ ആയിരിക്കും, പക്ഷേ ചിലപ്പോൾ നമ്മളോട് പറയുകയാണ് നമ്പറായിട്ടല്ല നമുക്ക് ഗ്രേഡായിട്ടാണ് വേണ്ടതെന്ന് പറയുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന നമ്പറിനെ നമ്മൾ ഗ്രേഡായിട്ട് കൺവേർട്ട് ചെയ്യണം അവിടെ. സോ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഔട്ട്പുട്ടിൻ്റെ അവിടെ ഇന്ന വാല്യൂ വരികയാണെങ്കിൽ എന്ത് ഗ്രേഡ് ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാപ്പിംഗ് നമ്മളവിടെ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമുക്ക് വരുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ദ ഇൻപുട്ട് ഫോമാറ്റ്, ദെൻ സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് ഫോർമുല ഓർ മോഡൽ ഫോർ കമ്പ്യൂട്ടേഷൻ, ആൻഡ് ഫൈനലി ഫിഗറിങ് ഔട്ട് ഹൗ ടു റെപ്രസെൻറ്റ് ദ ഔട്ട്പുട്ട് ഇൻ ദ ഡിസൈർഡ് ഫോർമാറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു മോഡൽ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം. സോ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യും. ഈ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് എ പ്രിസൈസ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ടു സോൾവ് ദ പ്രോബ്ലം എന്നാണ്. അതായത് നമ്മളൊരു ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ബേസിക് ഒരു സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഒരു ബിഹേവിയർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിന് പല പല രീതിയിലുള്ള ഓപ്ഷൻസുകൾ ഉണ്ടാവും. സോ ഒരു സീക്വൻഷ്യൽ മാനറായിട്ടാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ അൽഗോരിതംസ് ചെയ്യുക. സോ നമുക്കതിൽ അതിന് വേണ്ട ബേസിക് സ്റ്റെപ്സുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈൻ ദ സ്റ്റെപ്പ് ക്ലിയർലി. ദ അൽഗോരിതം മസ്റ്റ് ബി പ്രസൻറ്റഡ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ടു ഫോളോ ആൻഡ് അൺആംബിഗ്വസ്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റെപ്പുകൾ വളരെ ക്ലിയർ ആയിരിക്കണം. നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കൺഫ്യൂഷനൊന്നുമില്ലാത്ത രീതിയിൽ. അൺആംബിഗ്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മളെല്ലാ ലൈനുകളും ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കണം. സോ അടുത്ത് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോമൺ റെപ്രസെൻറ്റേഷൻ അവിടെ കൊണ്ടുവരിക എന്ന് പറയും. നമുക്ക് അൽഗോരിതം ബേസിക്കലി പല രീതിയിൽ ചെയ്യാം. ഇവിടെ മെയിനായിട്ട് നമുക്ക് വരുന്നത് സ്യൂഡോ കോഡും അതുപോലെ ഫ്ലോ ചാർട്ടുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിംപ്ലിഫൈഡ് ഇൻഫോർമൽ ലാംഗ്വേജ് ദാറ്റ് മിമിക് ദ സ്ട്രക്ചർ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബട്ട് ഇറ്റ് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ഫോർ ഹ്യൂമൻ. സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദ ഫൈനൽ പ്രോഗ്രാം.
പ്രോഗ്രാം എങ്ങനെയാണോ നമ്മൾ എഴുതുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്ന ഒരു മെത്തേഡാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ടാണ്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സുകളെല്ലാം ഒരു ഡയഗ്രമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മളവിടെ കാണിക്കും. അതിനൊരു സ്റ്റാർട്ടും ഉണ്ടാവും, ഫിനിഷും ഉണ്ടാവും. സോ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ സപ്പോസ് നമ്മുടെ കയ്യിലൊരു ലാമ്പ് ഉണ്ട്, അത് ബ്രോക്കൺ ആണ്. അതാണ് നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ ഫ്ലോ ചാർട്ട് വെച്ചും സ്യൂഡോ കോഡ് വെച്ചും അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോ ചാർട്ട് ബേസിക്കലി തുടങ്ങുന്നത് ഒരു സ്റ്റാർട്ടിലായിരിക്കും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിലായിരിക്കും. ഫ്ലോ ചാർട്ടിൽ നമ്മൾ അതിൻ്റെ ഒരു വർക്കിംഗ് ഫ്ലോ അവിടെ എപ്പോഴും മെൻഷൻ ചെയ്യും. സോ അതിൻ്റെ ഓരോന്നിനും ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രത്യേക ബോക്സാണ്. സ്റ്റാർട്ടിനും ഫിനിഷിനും ഒക്കെ ഒരു പ്രത്യേക ബോക്സുകളാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് വരിക. സോ ഇവിടെ സിമ്പിളായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിക്കുന്നത്, ലാമ്പ് നോട്ട് വർക്കിംഗ്. സോ അവിടെ നോട്ട് വർക്കിംഗ് ആണെങ്കിൽ നമ്മളവിടെ ഫസ്റ്റ് ഒരു കണ്ടീഷൻ അവിടെ ചോദിക്കുന്നത് ലാമ്പ് പ്ലഗ്ഡ് ഇൻ ആണോ, അത് കറണ്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ. സോ നമുക്കവിടെ രണ്ട് ഓപ്ഷൻസ് വരും, യെസ്സും നോയും ആണ് വരുന്നത്. നോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് പ്ലഗ് ചെയ്യണം. ഇല്ല, പ്ലഗ് ചെയ്താലേ നമുക്ക് ലാമ്പ് വർക്കാവുള്ളൂ. ഇനി അതല്ല, നമ്മൾ ഓൾറെഡി പ്ലഗിങ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്തിട്ടുണ്ടായിട്ടും ലാമ്പ് അവിടെ വർക്കിംഗ് അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോവും. ബൾബ് പോയിട്ടുണ്ടോ, ബൾബിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അത് പോയിട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മൾ ആ ബൾബ് റീപ്ലേസ് ചെയ്യുക, പോയിട്ടില്ലെങ്കിൽ പുതിയൊരു ലാമ്പ് വാങ്ങുക. ഇതാണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളൊരു സിമ്പിൾ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾക്ക്. സോ ഈ ഒരു പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള ബ്രോക്കൺ ലാമ്പ് എന്നുള്ളതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ കണ്ടീഷൻസും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതുപോലെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും എപ്പോഴും ഫ്ലോ ചാർട്ടിൽ നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷേ സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിങ്ങുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഓരോന്നും ഓരോ ഒരു സീക്വൻഷ്യൽ സ്റ്റെപ്പായിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ ഒരു കണ്ടീഷൻ ചോദിക്കുകയാണ്, ഇഫ് ദ ലാമ്പ് വർക്ക്സ്. ലാമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് പ്രോബ്ലം അവിടെ വരുന്നില്ല. സോ നമ്മൾ നേരെ ലാസ്റ്റ് സ്റ്റെപ്പ് ക്വിറ്റിലേക്ക് പോവുകയാണ്, പിന്നെ ഇതിനകത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, ലാമ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും, ചെക്ക് ഇഫ് ലാമ്പ് ഇസ് പ്ലഗ്ഡ് ഇൻ. സോ പിന്നെ നമുക്ക് അവിടെ ഒരു ഇഫ് കണ്ടീഷനാണ്, അത് പ്ലഗ്ഡ് ഇൻ അല്ല എന്നുണ്ടെങ്കിൽ അത് പ്ലഗ് ചെയ്യുക. അതുമല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു, ഇഫ് ബൾബ് ഈസ് ബേൺ, അതായത് ബൾബ് ഫ്യൂസ് പോയിട്ടുണ്ടോ. ബൾബ് ഫ്യൂസ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക. ഇവിടെ കണ്ടത് ഒരു ഫ്ലോ ചാർട്ട് ആണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു സ്യൂഡോ കോഡാണ് നമ്മളിവിടെ കണ്ടത്. ഇതൊരിക്കലും പ്രോഗ്രാമായിട്ട് റണ്ണ് ചെയ്യില്ല. പ്രോഗ്രാം എങ്ങനെയാണോ എഴുതുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മളവിടെ സ്യൂഡോ കോഡിൽ ഫോളോ ചെയ്യും. അത്ര മാത്രമാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഓക്കെ.